ഇങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും ഫസ്റ്റ് നൈറ്റിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും കേട്ടോ അവർ ജീവിച്ചു പോകുന്നത്. എന്നാൽ ഇതെല്ലാം കണ്ട് അസൂയയോടെയും കുശുമ്പോടെയും കൂടി നടക്കുകയായിരിക്കും ചന്ദ്രമതി. പോരാത്തതിന് എന്നും അവരുടെ റൂമിൽ നിന്ന് കളിച്ചിരികൾ കൂടി കേൾക്കാൻ തുടങ്ങുന്നതോടെ ചന്ദ്രമതിക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, ഇങ്ങനെ പോയാൽ ശ്രുതിക്ക് മുമ്പേ ഇവന് കുഞ്ഞു പിറക്കും, അതൊരിക്കലും നടക്കാൻ പാടില്ല, ഇവരെ എങ്ങനെയെങ്കിലും അകറ്റി നിർത്തിയേ മതിയാവൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് ചന്ദ്രമതി. ഇവർ ഒരു വഴി കിട്ടിയതുപോലെ ഇത് ആടി മാസമാണ്, ഈ മാസത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജീവിക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണ് അവര്. എന്നാൽ രേവതി പോകുന്നതിൽ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന സച്ചിയെ ഒരുവിധം പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് രവീന്ദ്രൻ. മാസത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പാടില്ലെന്നും അങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞു പിറന്നാൽ അത് കുഞ്ഞിന് ദോഷമാണെന്നൊക്കെ രവീന്ദ്രൻ പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ശ്രുതിയെ എന്താ പറഞ്ഞയക്കാത്തത്, ഇത് അവർക്കും കൂടി ബാധകമല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോ ചന്ദ്രമതിക്ക് ഒരു നിമിഷം നാവിറങ്ങി പോകുന്നുണ്ടെങ്കിലും അവൾ എവിടേക്ക് പോകാനാ, അവളുടെ അച്ഛൻ മലേഷ്യയിലല്ലേ എന്നൊക്കെ പറയുമ്പോ അവളുടെ അച്ഛൻ മലേഷ്യയിലാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് അവൾ ഒരു വീട്ടിൽ താമസിച്ചിരുന്നില്ലേ, അവിടേക്ക് പോവട്ടെ എന്ന് പറയുകയാണ് സച്ചി. കല്യാണത്തിന് മുമ്പ് അവൾ അവളുടെ ഫ്രണ്ടിന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്, ആ ഫ്രണ്ട് ഇപ്പോൾ നാട്ടിലില്ല, അവൻ എന്തെങ്കിലും പറഞ്ഞോട്ടെ, മോൾ പോയി കിടക്കെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ റൂമിലേക്ക് പറഞ്ഞു വെക്കാൻ ഒരുങ്ങുമ്പോ എടാ അത് വേണ്ട, രേവതിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചിട്ട് ഇവര് രണ്ടുപേരും ഒരു റൂമിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല, മാസം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ രേവതിയെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചു, അത് ഇവർക്കും കൂടി ബാധകമല്ലേ, അതുകൊണ്ട് ഇവര് രണ്ടുപേരും ഒരു റൂമിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് സുധിയെ സച്ചി പിടിച്ചു വെക്കുമ്പോ ചന്ദ്രമതി പലതും പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും സച്ചി സുധിയെ വിടാൻ തയ്യാറാവുന്നില്ല. ഒടുവിൽ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാവുന്നതോടെ മോളിങ് വാ, ഇന്ന് എന്റെ റൂമിൽ കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പിന്നീട് അങ്ങനെ വീട്ടിലെത്തുന്ന രേവതി ആദ്യം തന്നെ അച്ഛന്റെ ഫോട്ടോയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം അമ്മയുടെ മടിയിൽ കിടക്കുകയാണ് കുറച്ചു നേരം. തുടർന്ന് രേവതിയുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ലക്ഷ്മി അമ്മ പറയുന്നത്, നീയും സച്ചി മോനും ജീവിതം തുടങ്ങി എന്നറിഞ്ഞതിൽ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് വൈകിയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരു ജീവിതം തുടങ്ങിയല്ലോ, അതേതായാലും നന്നായി. പക്ഷെ ഈ സമയത്ത് തന്നെ കർക്കിടക മാസത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങളെ രണ്ടുപേരെയും പിരിക്കേണ്ടി വന്നതിൽ അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. എങ്കിൽ ഉടനെ തന്നെ അമ്മയ്ക്ക് നല്ലൊരു വിശേഷം കേൾക്കാമായിരുന്നെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി അമ്മ ഇങ്ങനെ സങ്കടപ്പെടുമ്പോ അപ്പൊ ചേച്ചി വീട്ടിലേക്ക് വന്നത് നല്ല വിശേഷമല്ല എന്നാണോ അമ്മ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ദേവു. എന്റെ മനസ്സിന്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നൊക്കെ പറയണതും ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞുണ്ടായി കാണണം എന്നല്ലേ അമ്മയുടെ ആഗ്രഹം. അമ്മയ്ക്ക് എത്ര വിഷമമാണെങ്കിൽ ചേച്ചിയെ തിരികെ അവിടെ തന്നെ കൊണ്ടാക്കിയേക്കെന്നൊക്കെ പറയുമ്പോ എന്നിട്ട് വേണം ഇവളുടെ അമ്മായി അമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ. രാത്രി 1 മണിക്ക് വിളിച്ച് ഇവളെ കൂട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞത് പോരാഞ്ഞിട്ടാണോ എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി അമ്മ. പിന്നീട് അങ്ങനെ രാത്രി വീട്ടിലെത്തുന്ന സച്ചി ടേബിളിൽ ഇരിക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കുന്നതും രുചി തോന്നാതെ തുപ്പിക്കളഞ്ഞുകൊണ്ട് എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നും ചോദിച്ച് രേവതിയെ വിളിക്കുന്നുണ്ട്. ആ സമയം രവീന്ദ്രൻ എണീറ്റ് വന്ന് നീ എന്തിനാണ് അവളെ വിളിക്കുന്നത്, അവൾ വീട്ടിലേക്ക് പോയത് നീ മറന്നു പോയോ എന്നൊക്കെ ചോദിക്കുമ്പോഴായിരിക്കും രേവതി അവിടെ ഇല്ലാത്തത് സച്ചിക്ക് ഓർമ്മ വരുന്നത്. ശരി, അവൾ ഇവിടെ ഇല്ലല്ലോ അല്ലേ, ഞാൻ ഇത് മറന്നുപോയി അച്ഛാന്നൊക്കെ പറയുമ്പോ എന്തായാലും നീ ഭക്ഷണം കഴിക്കുന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോ ഭക്ഷണം കഴിക്കാനോ, അതിനത് ഭക്ഷണമാണോ, ഉപ്പുമാവാണ് അത്രേ, ഉപ്പുമാവ് ഇല്ല പോലെ ഇരിക്കുന്ന ഒരു ഉപ്പുമാവ്, ഇത് ആരുണ്ടാക്കിയതാണെന്നൊക്കെ ചോദിക്കുമ്പോ വേറെ ആരുണ്ടാക്കാനാ, നിന്റെ അമ്മ ഉണ്ടാക്കിയതാണെന്ന് പറയും. എന്നാലും ഇതെങ്ങനെയാ കഴിക്കുന്നതെന്നൊക്കെ പറയുമ്പോ രേവതി വരുന്നതിന് മുമ്പ് നീ ഇത് തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്, ആടി മാസം കഴിയുന്നത് വരെ ഇനി ഇത് തന്നെയാ അവസ്ഥ, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, പോയി കഴിക്കെന്നൊക്കെ പറയുമ്പോ എനിക്ക് വേണ്ടച്ചാ, അത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നില്ല, മനസ്സിന് പിടിക്കാത്ത ഭക്ഷണം വായിലൂടെ ഇറങ്ങില്ല, ഞാൻ വല്ല പഴവും കഴിച്ചോളാം എന്ന് പറയുകയാണ് സച്ചി. പിന്നീട് അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് വരുന്ന സച്ചി ഫോണിൽ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം അങ്ങനെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സച്ചിക്ക് രേവതിയെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. രേവതി കിടക്കുന്ന ഭാഗത്തേക്ക് കുറെ നേരം നോക്കി നിന്നുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് സച്ചി കിടക്കുന്നുണ്ടെങ്കിലും സച്ചിക്ക് ഉറങ്ങാനേ സാധിക്കുന്നില്ല. എത്ര ഉറങ്ങാൻ ശ്രമിച്ചിട്ടും രേവതിയെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും സച്ചിയുടെ മനസ്സിലേക്ക് വരുന്നത്. ഒടുവിൽ ഒരു ചിരിയോടെ എണീറ്റിരുന്നു കൊണ്ട് അവളോടൊപ്പമുള്ള നിമിഷങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് സച്ചി. രേവതിയും താനും തലയാണ് കൊണ്ട് ഫൈറ്റ് ചെയ്തതും ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നതെല്ലാം ഒരു ചിരിയോടെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് സച്ചി. സച്ചി വീണ്ടും കിടന്ന് നോക്കുന്നുണ്ടെങ്കിലും സച്ചിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്ന് നോക്കുന്നുണ്ടെങ്കിലും എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല കേട്ടോ. ഒടുവിൽ രേവതി അടുത്തില്ലാതെ തനിക്ക് ഉറങ്ങാനാവില്ലെന്ന് മനസ്സിലാവുന്ന സച്ചി പായയും തലയിണയും എടുത്ത് നേരെ ടെറസിലേക്ക് പോകുന്നുണ്ട്. സച്ചി അവിടേക്ക് ചെല്ലുന്ന സമയത്ത് ശ്രീകാന്ത് അവിടെ കിടപ്പുണ്ടാവും. ഏട്ടാ, ഏട്ടൻ ഇന്ന് ഇവിടെയാണോ കിടക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അതേടാ, റൂമിൽ കിടന്നിട്ട് ഉറങ്ങാനേ സാധിക്കുന്നില്ല. ഇല്ല, നീ കിച്ചണിൽ പോയി നോക്കിയോ, ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി
വെച്ചിരിക്കുന്നു, കഴിക്കാനേ തോന്നുന്നില്ലെന്നൊക്കെ പറയുമ്പോ അപ്പൊ ഏട്ടനൊന്നും കഴിച്ചില്ലേന്നൊക്കെ ചോദിക്കണതും ഞാൻ പഴം കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് സച്ചി. ഇല്ല, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഫോൺ വിളിക്കാനാണോ? തായ റേഞ്ച് കിട്ടുന്നില്ലേന്നൊക്കെ ചോദിക്കുമ്പോ ഫോൺ വിളിക്കാനൊന്നുമല്ല ഏട്ടാ, വെറുതെ ഉറക്കം വരാതിരുന്നപ്പോൾ ഇവിടെ വന്നിരിക്കണമെന്ന് തോന്നി. അതല്ല, ഏട്ടൻ എന്താ ഇങ്ങോട്ട് വന്നതെന്ന് വീണ്ടും ചോദിക്കുമ്പോ അതല്ലടാ ഞാൻ പറഞ്ഞത്, താഴെ കിടന്നിട്ട് എനിക്ക് ഉറങ്ങാനേ സാധിക്കുന്നില്ല. എന്താണെന്നറിയില്ല, എപ്പോഴും ഞാൻ കിടന്ന പാടെ ഉറങ്ങുന്നതാണ്. ഇന്ന് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും എനിക്കതിന് സാധിക്കുന്നില്ല. ശ്രീകാന്ത് ഒരു ചിരിയോടെ പറയുന്നത് അതിന്റെ കാരണം എന്താണെന്ന് ഏട്ടൻ അറിയോ? ഏട്ടത്തി കൂടെ ഇല്ലാത്തത് കൊണ്ടാണ്. അനിച്ചായതുപോലെ ഏട്ടൻ തോന്നിയിട്ടാണ് ഏട്ടന് ഉറക്കം വരാത്തതെന്നൊക്കെ പറയുമ്പോ അത് ശരിയാണെന്ന് സച്ചിക്കും തോന്നുന്നുണ്ട്. ശരിയായിരിക്കും, അവൾ കൂടെ ഉണ്ടെങ്കിൽ സമയം പോകുന്നതേ അറിയില്ല. അവൾ സംസാരിച്ചു തുടങ്ങിയാൽ അവളുടെ വാ അടക്കാൻ ഞാൻ പാടുപെടണം. അവളുമായിട്ട് വഴക്കടിക്കുന്നതും ഒരു രസമായിരുന്നു. അവളില്ലാത്തത് കൊണ്ട് ആകെ ഒരു ശൂന്യത എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോ ഏട്ടന്റെ മനസ്സിൽ ഇപ്പോ എന്താ തോന്നുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീ. എന്താണെന്നറിയില്ലടാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ്, മൊത്തത്തിൽ തനിച്ചായതുപോലെ. അത് എന്താണെന്ന് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല, പക്ഷെ വല്ലാത്തൊരു വിഷമം. ഇത്ര നാളും അവൾ എന്റെ കൂടെ ഉള്ളതാണ് എന്റെ പ്രശ്നം എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ കൂടെ ഇല്ലാതെ ഇനി എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെ പറയുകയാണ് സച്ചി. സച്ചി അങ്ങനെയെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ തന്റെ ഏട്ടന്റെ മാറ്റത്തിൽ ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ശ്രീകാന്തിന്. സമയം തന്നെയായിരിക്കും ശ്രീകാന്ത് ഇങ്ങനെ വർഷയെയും ഓർക്കുന്നത്. തന്റെ അച്ഛന്റെ ശത്രുവിന്റെ മകളാണ് അവളെന്ന് അറിയുന്നതോടെ അവളെ അവഗണിച്ചുകൊണ്ട് നടക്കായിരിക്കും ശ്രീ. അതെല്ലാം ഓർത്തുകൊണ്ട് ഇങ്ങനെ ശ്രീകാന്ത് പറയുന്നത് അതെ ഏട്ടാ, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒരിക്കൽ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാവുന്നത്. അത് എങ്ങനെ നിനക്ക് മനസ്സിലാവുമടാ? നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ആടിമാസമാണത്രേ, ആടിമാസം. ആര് കണ്ടുപിടിച്ചതാണാവോ ഇതൊക്കെ? ഈ മാസത്തിൽ രണ്ടുപേരും പിരിഞ്ഞിരിക്കണമത്രേ. ഇത് മനുഷ്യനെ കഷ്ടപ്പെടുത്താനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിരാശപ്പെടുന്ന സമയത്തായിരിക്കും സച്ചിയുടെ ഫോണിലേക്ക് രേവതി വിളിക്കുന്നത്. കണ്ടോ, 100 ആയുസാണ് ഇവൾക്കെന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവളുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട് സച്ചി. എന്നെ കുറിച്ചാണ് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, നീ അപ്പോൾ തന്നെ വിളിച്ചല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോ തനിച്ചാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നതും തനിച്ചല്ല, ശ്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോട്ടെ, നീ ഇപ്പൊ എന്തെടുക്കുകയാണെന്നൊക്കെ ചോദിക്കുമ്പോ ഞാൻ ഭക്ഷണം കഴിച്ച് കിടക്കാൻ ഒരുങ്ങാണെന്ന് രേവതി പറയണതും എന്താ കഴിച്ചേന്നൊക്കെ ചോദിക്കുമ്പോ സച്ചേട്ടൻ എന്താ കഴിച്ചെന്ന് തിരിച്ചു ചോദിക്കുകയാണ്. എന്താ കഴിക്കാൻ? ഒരു കരിഞ്ഞ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അതൊക്കെ എങ്ങനെയാ മനുഷ്യൻ കഴിക്കുക? ഞാൻ 2 പഴവും കഴിച്ച് വെള്ളം കുടിച്ച് ഇവിടെ ടെറസിൽ വന്നിരിക്കുകയാണെന്നൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോ വിഷമമാവുന്നുണ്ട് കേട്ടോ രേവതിക്ക്. വിഷമം മറച്ചു വെച്ചുകൊണ്ട് ടെറസിൽ എന്തിനാ വന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ ടെറസിൽ എന്തിനാ വന്നിരിക്കുന്നത്? വെയിൽ കൊള്ളാനെന്നൊക്കെ സച്ചി കളിയാക്കിക്കൊണ്ട് പറയണതും ഈ പാതിരാത്രിയിലോ പക്കം വരാഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നതാടി എന്നൊക്കെ സച്ചി പറയുമ്പോ മഴ വരുന്നുണ്ടെന്ന് രേവതി പറയണതും മഴ വരാനൊന്നും സാധ്യതയില്ല, ആകാശമൊക്കെ നല്ല തെളിഞ്ഞാണ് നിൽക്കുന്നത്, ചന്ദ്രനൊക്കെ നല്ല തെളിയോടെ കാണുന്നുണ്ടെന്ന് സച്ചി പറയണതും എങ്കിൽ ഞാനും ടെറസിലേക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും അവളുടെ വീടിന്റെ ടെറസിലേക്ക് വരികയാണ്. ടെറസിലെത്തിയ രേവതിയും ചന്ദ്രനെ കണ്ടെന്ന് സച്ചിയോട് പറയുമ്പോ ഇവിടെ നിന്നും നീ അവിടെ നിന്നും കാണുന്നത് ഒരേ ചന്ദ്രനെ. ഇതിനെയാണ് രേവതി മനപ്പൊരുത്തം എന്ന് പറയുന്നത്. പക്ഷേ നമുക്കിപ്പോ തമ്മിൽ കാണാനാവുന്നില്ലല്ലോ രേവതി, എനിക്ക് നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിന്നെ കാണാൻ തോന്നുവാ രേവതി, നീ കൂടെ ഇല്ലാതെ എനിക്ക് ഉറങ്ങാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ ടെറസിൽ വന്നിരിക്കുന്നത്. അങ്ങനെ സച്ചി പറയുന്നത് കേൾക്കുമ്പോ വിഷമവും അതിനോടൊപ്പം ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് കേട്ടോ രേവതിക്ക്. അങ്ങനെ അവർ രണ്ടുപേരും ആ രാത്രിയിൽ പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ട് നേരം വെളുക്കുവോളം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേന്നും സച്ചിക്ക് ഭക്ഷണമൊന്നും ശരിയാവാത്തത് കൊണ്ട് തന്നെ രേവതിയെ വിളിച്ചുകൊണ്ട് ഞാൻ അവിടേക്ക് വരുന്നുണ്ട്, അവിടെ ഭക്ഷണം വല്ലതും ഇരിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ സന്തോഷത്തോടെ സച്ചിയോട് വരാൻ പറഞ്ഞുകൊണ്ട് അവന് വേണ്ടി ടൗണിൽ പോയി മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കറി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തുന്ന സച്ചി രേവതി ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ച് കഴിക്കുകയാണ്. ശേഷം രേവതി, നീ എന്റെ കൂടെ ഇല്ലാതെ എനിക്ക് അവിടെ ശരിയാവുമെന്ന് തോന്നുന്നില്ല, നീ എന്റെ കൂടെ വന്നേ പറ്റൂ, അമ്മ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും, അതൊന്നും നീ ചെവിക്കൊള്ളണ്ട, നീ എന്റെ കൂടെ വന്നേന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ചു പിടിയാലെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് സച്ചി.